ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അച്ചമ്മൻ്റെ വീട്ടിലാണുള്ളത്. അച്ചമ്മ പണ്ട് മുതലേ കാത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഭരണി എടുക്കാനാണ് നമ്മളവിടെ പോയത്. ഒരു വൈനിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പോയതാണ്. ഭരണി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായ സന്തോഷൻ്റെ മുഖത്ത് കാണാനുണ്ട്. നമുക്കൊരു പൈനാപ്പിൾ വെച്ചിട്ട് വൈൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഞാനിത് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇത്തവണയും ഒരു വൈൻ ഇടാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമാണ്, ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഭരണി വേണം. പിന്നെ നമുക്ക് ഇതേ കണക്കിനുള്ളൊരു പൈനാപ്പിൾ ഒരു 5-6 വേണം. ഞാൻ കുറച്ചിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. തൊണ്ട് കളയണ്ട. തൊണ്ട് നമ്മൾ ഇത് എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2-3 മണിക്കൂർ ഇതിനെ ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെക്കണം. അതിന് വേണ്ടി പുറത്തുള്ള ബാക്ടീരിയാസ് എല്ലാം പൊക്കോളും. അതിൻ്റെ നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ ശരിക്കും ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അത് മതിയാകും. പിന്നെ വേണ്ടത് നമുക്കൊരു 1 കിലോ പഞ്ചസാര വേണം. 1 കിലോ പഞ്ചസാര വേണ്ടതുണ്ട്. പിന്നെ വേണ്ടതാണ് ഒരു 250 ഗ്രാം ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്. പിന്നെ ഒരു 10 ഗ്രാം ഏലക്ക എടുത്തിട്ടുണ്ട്. 10 ഗ്രാം പട്ട എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഒരു വൈൻ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് കളയാം. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതിനെ നന്നായിട്ട് നമ്മൾ നേരെ പകുതി മുറിക്കണം. എങ്ങനെ വേണമെങ്കിലും നമുക്കറിയാം. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിലൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ഒരു വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്കെല്ലാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ ഭരണിയിലേക്ക് നക്കാം കേട്ടോ. വെള്ളം നമുക്കൊരു 5 ലിറ്റർ വെള്ളം ഇതിലേക്ക് ചേർക്കാം. 5 ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ജസ്റ്റ് നമുക്ക് പട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ ഏലക്ക. ഓക്കെ, ഇനി നമുക്ക് ഈ ഗോതമ്പും കൂടി ഇതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി വെച്ചേക്കുന്നതാണ് മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക.